ലൈഫ് എംബിഷൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ദൗത്യം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ എടുത്തതും ഞാൻ സഞ്ചരിച്ചതും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലാണ്. ഒരു രാഷ്ട്രീയക്കാരന് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളരെ വളരെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. വേറെ ആർക്കും കഴിയില്ല. പണക്കാരനാകട്ടെ, വേറെ സൗകര്യമുള്ളവനാവട്ടെ, അവർക്ക് കഴിയാത്തത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ചെയ്തു കൊടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് കഴിയും. നിങ്ങൾ വിചാരിച്ചാൽ ഒരാളുടെ രോഗകാലത്തെ ചികിത്സ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരുത്തൻ്റെ കുട്ടീൻ്റെ വിദ്യാഭ്യാസം, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ഈ രാഷ്ട്രീയ സ്വാധീനത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ സഹായിക്കാൻ പറ്റും. ഞാൻ ആദ്യം മുതൽ എടുത്തു പോകുന്ന ഒരു പ്രവർത്തന മേഖല അതാണ്. മിനിസ്റ്ററായപ്പോൾ അങ്ങനെ തന്നെ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് നമ്മൾ വിളിക്കുന്ന, അന്നത്തെ വികലാംഗ വിദ്യാഭ്യാസം നമ്മൾ വിളിക്കുന്ന ആ മേഖലയുടെ എല്ലാ മേഖലയിലും ഞാൻ വളരെ സജീവമായിട്ട് ഇടപെടുകയും ഇന്നും ഞാനത് മുടക്കം കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ചെയർമാനായിട്ടുള്ള ക്യാൻസർ രോഗികളെ നോക്കുന്ന സ്ഥാപനം ഇപ്പോൾ സജീവമായിട്ടുണ്ട്. മറ്റ് പല കേന്ദ്രങ്ങളും ആരോഗ്യ രംഗത്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അജണ്ടയാണ്, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ടോപ്പ് മോസ്റ്റ് അജണ്ട ഇതുപോലുള്ള സേവനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാണ്. അതെല്ലാം കാലം എന്നെ ആ വഴിയിൽ നിങ്ങൾക്ക് കുറച്ച് ജോലി ചെയ്യാനുണ്ട്, നിങ്ങളത് പോയാൽ ഗുണമുണ്ടെന്ന് എന്തോ ഒരു പ്രേരണ കിട്ടി. ആ പ്രേരണ ചെയ്തപ്പോൾ ഒരുപാട് സംതൃപ്തി എനിക്ക് അനുഭവപ്പെടാൻ പറ്റി. ഞാൻ ഒരുപാട് സാധനങ്ങളിൽ കയറിയ ആളാണ്. 10-15 കൊല്ലം MLA, ഇപ്പോൾ 12ാമത്തെ കൊല്ലം MP, 7 കൊല്ലം മന്ത്രി. ഇതൊക്കെ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ ഘടകം ഇത്തരം മേഖലകളിൽ സജീവമായിട്ട് ഇടപെടുകയും പല പ്രശ്നങ്ങൾക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുകയും ചെയ്തതാണ്.